KSRTC ഊട്ടി യാത്ര അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. ഞങ്ങള് KSRTC ഒരുപാട് യാത്ര ചെയ്ത ആളുകളാണ്. ഇതും ഒന്നിനൊന്ന് മെച്ചെന്ന് പറയാ ഊട്ടി യാത്ര. കൂട്ടുകാരെ, നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ KSRTC ഒരുക്കുന്ന വിനോദ ഉല്ലാസയാത്ര. ആദ്യ ട്രിപ്പ് ജൂൺ 12-ന് തുടക്കം കുറിച്ചു. ഇത് രണ്ടാമത്തെ ട്രിപ്പ് വിശേഷമാണ്. എൻ്റെ വീഡിയോ പാർട്ട് 2 ആണ്. പാർട്ട് 1 ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട്, കാണാത്തവർ കാണണം. ഇതിൽ വോയിസ് ഉണ്ട്, അതിൽ വോയിസ് ഇല്ല. ഊട്ടിയിലേക്ക് പോകാൻ കൊതിച്ച് നിൽക്കുന്ന സമയത്ത് ഫേസ്ബുക്ക് വഴിയാണ് ഞങ്ങൾ ഈ സ്നേഹ ബസ്സിനെ കുറിച്ച് അറിഞ്ഞത്. പിന്നെ ഒന്നും നോക്കിയില്ല, ബുക്ക് ചെയ്തു. ഒരാൾക്ക് 750 രൂപ പ്രവേശന ടിക്കറ്റ് അടക്കം. പിന്നെയുള്ള ടിക്കറ്റിനും ഭക്ഷണത്തിനും നമ്മൾ വേറെ പണം കണ്ടെത്തണം. യൂസഫ് കാക്കയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ യാത്ര തുടർന്നു. പുക നിറഞ്ഞ അടുക്കളയിൽ രാപ്പകൽ പണിയെടുക്കുന്ന നമ്മുടെ ഉമ്മമാർ. ലോക്ക്ഡൗൺ ആയാലും അവർ അകത്തു തന്നെ. അവർക്കൊരു എൻജോയ്മെൻറ്റ്. പിന്നെ റിട്ടയർ ചെയ്ത ജോലി ഉദ്യോഗസ്ഥർ, കച്ചവടക്കാർ, കൂട്ടുകാരെ ഊട്ടി കാണിക്കാൻ കൊണ്ടുവന്ന സുഹൃത്തുക്കൾ, പോലീസ്, കരളിപ്പയറ്റ്, ഡോക്ടർ, പ്രവാസികൾ, അവരൊക്കെ ആയിട്ടുള്ള യാത്രയാണ് KSRTC ഉല്ലാസയാത്ര രണ്ടാമത്തെ ട്രിപ്പ്. ആഴ്ചയിൽ 2 ദിവസം മാത്രമായിട്ടുള്ള ടൂറാണിത്. സാറ്റർഡേ, സൺഡേ എന്നീ ദിവസങ്ങളിൽ. ജൂൺ 13 സൺഡേ ആയിരുന്നു ഞങ്ങൾ പുറപ്പെട്ടത്. ബ്ലോക്ക് കാരണം വിചാരിച്ച സ്ഥലത്തൊന്നും പോകാൻ പറ്റിയില്ല. എന്നാലും ഞങ്ങൾക്ക് ഇതൊരു നല്ല എൻജോയ്മെൻറ്റ് തന്നെയാണ്. കുറേ സൗഹൃദങ്ങൾ, പുതിയ സുഹൃത്തുക്കളെല്ലാം ഞങ്ങൾക്ക് കിട്ടി. സുഹൃത്തുക്കൾ കൊണ്ടുവന്ന സാധനങ്ങൾ പരസ്പരം കൈമാറിക്കൊണ്ടായിരുന്നു ഞങ്ങളുടെ യാത്ര. ഈ വീഡിയോയിൽ ആദ്യം കാണുന്ന സ്ഥലം പൈൻ ഫോറസ്റ്റ് ആണ്. അവിടെ ഞങ്ങൾ 1 മണിക്കൂർ തങ്ങി. പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി. നല്ല മനോഹരമായ കാഴ്ചകളായിരുന്നു അവിടെ. കുരങ്ങന്മാരും അതുപോലെ പിന്നെ ചെമ്മരിയാടും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞങ്ങൾ പോയത് ബോട്ട് ഹൗസിലേക്കാണ്. അവിടെ ഞങ്ങൾക്കൊരു 2 മണിക്കൂർ ടൈം ഉണ്ടായിരുന്നു. കുറേ പേർ കുതിരപ്പുറത്തൊക്കെ കയറി ഫോട്ടോസൊക്കെ എടുത്തു. ആരും ബോട്ടിൽ കയറിയിട്ടില്ല. ഉച്ചഭക്ഷണം ഞങ്ങൾക്ക് ലേറ്റായിരുന്നു. 3:30 ആയിരുന്നു ടൈം. 3:15, 3:30. മഹാരാജാസ് ഹോട്ടലിലെത്തി ഭക്ഷണം കഴിക്കാനിരുന്നു. അവിടെ ആദ്യം നമുക്ക് പ്ലേറ്റും ഉപ്പേരിയും തരും. പിന്നെ ടിഷ്യൂ പേപ്പർ തരും. ടിഷ്യൂ പേപ്പറോട് നമ്മൾ ആ പ്ലേറ്റിലെ വെള്ളമൊക്കെ ഒന്ന് വെച്ച് വൃത്തിയാക്കി വെച്ചാൽ ഒരു പിന്നെ നല്ല നാടൻ ചോറും ഒക്കെ തന്നെ നല്ല ടേസ്റ്റുള്ള കറികളും ചോറുമായിരുന്നു അവിടെ. മോന് ബിരിയാണിയാണ് കഴിച്ചത്. ബിരിയാണി ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരു ഏട്ടനാണ് അവന് വിളമ്പി കൊടുത്തത്. പിന്നെ ഞങ്ങൾ പോയത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. അവിടെ വഴിയോര കാഴ്ചകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു.
പക്ഷെ മഴ പെയ്തു. അത് കാരണം എന്താവും, ഊട്ടി ചെന്നിട്ട് തണുപ്പ് വല്ലാതെ അനുഭവപ്പെട്ടിട്ടില്ല. തണുപ്പ് നിർത്തി പോയതാണ്, പക്ഷെ തണുപ്പ് ഉണ്ടായിട്ടില്ല. ഫ്ലവർ ഷോ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ കുറേയൊക്കെ വാടിയിട്ടുണ്ടായിരുന്നു. എന്നാലും നല്ല ഭംഗിയുള്ള പൂക്കളും നല്ല മനോഹരമായ കാഴ്ചകളുമായിരുന്നു അവിടെ. ഈ KSRTC ബസ് യാത്രയിൽ ഉൾപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾ ഈ യാത്രയെക്കുറിച്ച് വിവരിക്കുന്നതൊന്ന് കേട്ടു നോക്കൂ. എങ്ങനെയുണ്ട് ഇപ്പൊ നമ്മളെ KSRTC ഊട്ടി യാത്ര? അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. ഞങ്ങള് KSRTC ഒരുപാട് യാത്ര ചെയ്ത ആളുകളാണ്. ഇതും ഒന്നിനൊന്ന് മെച്ചെന്ന് പറയാ ഊട്ടി യാത്ര. ഇന്നലെയാണ് ഫസ്റ്റ് ഊട്ടി യാത്രയുടെ ഫസ്റ്റ് ട്രിപ്പ് ഇന്നലെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഇന്നലത്തെ വളരെ വിജയകരമായിട്ട് അത് പൂർത്തീകരിച്ചു. ഇന്നത്തെ യാത്രയും അതുപോലെ തന്നെയാണ്. ഇത് മലപ്പുറം ടു ഊട്ടി അടിപൊളി, സൂപ്പർ, ഒന്നും പറയാനില്ല. ശനിയാഴ്ച ദിവസം പുറപ്പെട്ട ബസ്സില് ബുക്കിംഗ് ഓവർ ആയതുകൊണ്ടാണ് രണ്ടാമത്തെ ബസ്സും ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. നാളെ ചിലപ്പോ അങ്ങനെ ആൾക്കാർക്ക് എല്ലാവരും സ്വതവേ പ്രൈവറ്റ് വാഹനത്തിൽ വരുന്നതിനേക്കാളും നല്ല എൻജോയ്മെന്റും എല്ലാം കൊണ്ടും പുതിയ 10-50 പേരുണ്ടാകുമ്പോൾ അത് ഒരു 10 കുടുംബത്തിൽ നിന്നായിരിക്കും. ആ കുടുംബങ്ങളായിട്ടും എല്ലാം പരിചയപ്പെടാനും അവരായിട്ട് മിങ്കിൾ ചെയ്യാനും അവരുടെ അവരുമായിട്ടുള്ള സൗഹാർദ്ദങ്ങൾ പങ്കിടാനും ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. അതൊരു നല്ലൊരു എൻജോയ്മെന്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾ ഇതിന്റെ മുന്നേ ഇതേപോലെ തന്നെ മൂന്നാറിലും പോയിട്ടുണ്ട് KSRTCയിൽ. ഞങ്ങൾ സെൽഫായിട്ട് ഞങ്ങൾ സ്വന്തം വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരാണ്. പക്ഷെ അതിനേക്കാളും കൂടുതൽ എൻജോയ്മെന്റ് ഇതിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൽ പുറപ്പെട്ടുള്ളത്. പല വീട്ടിൽ നിന്നുള്ള പല കുടുംബങ്ങളായിട്ട് നമുക്ക് പരിചയപ്പെടാം, അവരുടെ സൗഹാർദ്ദങ്ങൾ പങ്കുവെക്കാം. എല്ലാ ഞങ്ങളെ ബസ്സിലാണെങ്കിലും ബസ്സിലെ ഡ്രൈവർമാരാണെങ്കിലും കണ്ടക്ടർമാരാണെന്നുണ്ടെങ്കിലും ഒക്കെ അതിനെല്ലാം നല്ല സപ്പോർട്ടീവാണ്. ആ ഒരു പ്രത്യേക അനുഭൂതിയിലാണ് നമ്മളിത് യാത്ര ചെയ്യുന്നത്. എല്ലാവരെയും ഇതിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ക്ഷണിക്കുകയാണ്. ഈ യാത്ര ആർക്കും ഒരു മുഷിപ്പുണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. വണ്ടി പിടിച്ച് ഒത്തിരി സൗകര്യമില്ല. പല ആൾക്കാരും പല സ്ഥലത്തിലെ ആൾക്കാരും അതുമല്ല, പ്രായമായവർക്കും റിട്ടയർമെന്റ് ജീവിതം ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ ഒരു KSRTC യാത്ര ഒരുപാട് ഉപകാരമാണ് ചെയ്യുന്നത്. അപ്പൊ ഇനിയും ഇതുപോലുള്ള യാത്രകള് അവരെ ഇനിയും കുറെ അപ്രൂവൽ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെല്ലാം അപ്രൂവൽ ആവട്ടെ. നമുക്ക് ഇനി യാത്രകൾ തുടരണം KSRTC തന്നെ. ഇനിയും തോന്നലുണ്ട്. അന്ന് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഞങ്ങളിത് തന്നെ ഞങ്ങൾ മലപ്പുറമാണ്, ഒരു മമ്പാടാണ്. നമ്മളൊക്കെ ഒരു കുടക്കീഴിലാണ് യാത്ര. ഒരു കുടുംബം പോലെ ഇന്ന് രാത്രി വരെ നമ്മളൊരു കുടുംബം പോലെയാണ്. അതൊക്കെ നല്ലൊരു എൻജോയ്മെന്റ് ആണ്. പുതിയ സംസ്കാരം, പുതിയ ആൾക്കാരെ എവിടെ ഞാൻ വരാത്തത് ടൂറിനെ കുറിച്ചുള്ള അഭിപ്രായം തന്നെയാണ്. ഞങ്ങളുടെ ടൂറിന്റെ അഭിപ്രായം തന്നെയാണ്. അഭിപ്രായം എന്ത് പറയാനാണ്? ഡ്രൈവർമാർ വെച്ചില്ലല്ലേ രണ്ടു വാക്ക്. നമ്മൾ ഇന്നത്തെ ടൂറ് രാവിലെ ഒരു 4:30 മലപ്പുറത്തുനിന്ന് തുടങ്ങി ഊട്ടിയെല്ലാം ഫുള്ള് കണ്ട് ഇപ്പോൾ ഒരു 6:30 ആകുമ്പോഴത്തേന് വൃന്ദാവനം ഗാർഡനും കണ്ട് ഒരു വളരെ മനോഹരവും സുന്ദരവുമായിട്ടുള്ളൊരു
വളരെ രസകരമായ ഒരു ടൂറായിരുന്നു. ഒരു കുടുംബം പോലെ ആയിരുന്നു എല്ലാവരും ബസ്സിൽ. ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കായി ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അവിടെ നിന്ന് എടുത്തുകൊണ്ട് അത് ബുക്ക് ചെയ്ത് യാത്ര പോവാം.